ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ, ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി, ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര, ശരണം മേ തവ ചരണയുഗം. രുക്മിണി വല്ലഭ ശ്രീഹരി കൃഷ്ണ, ശരണം മേ തവ ചരണയുഗം. പ്രഹ്ലാദ പ്രിയ നരഹരി രൂപ, ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ, ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ഹരിചരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാ വർഷത്തിലും നമ്മൾ 2 സപ്താഹങ്ങൾ നടത്താറുണ്ട്. അച്ഛൻ്റെ പിറന്നാൾ സമയത്തും ഗുരുനാഥൻ്റെ ശ്രാദ്ധ ദിനത്തോടും അനുബന്ധിച്ച് നമ്മൾ ഈ ഒരു കുടുംബത്തിൽ വിശേഷമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അപ്പം അതിൽ ഈ വർഷവും അതുപോലെ ആ ഒരു യജ്ഞം നടത്തുവാൻ വേണ്ടി നമ്മൾ ആരംഭിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കലികാലത്ത് സൽക്കർമ്മങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ചുരുക്കമാണ്. പിന്നെയോ സജ്ജനങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. സജ്ജനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്തൊരു അവസ്ഥയാണ് കലികാലം എന്ന് പറയും. വേഷഭൂഷാദികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇതിൽ നിന്നൊന്നും നമുക്ക് നമ്മളുടെ ആ മാനദണ്ഡം ഈ വേഷഭൂഷാദികളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അബദ്ധാവും അത്. അപ്പം അതുകൊണ്ട് ഈ കലികാലം യഥാർത്ഥത്തിൽ ഒരു കണക്കിന് നല്ല
യുഗം തന്നെയാണ് എന്ന് പറയും കലിയുഗം. കാരണം മറ്റൊന്നും ചിന്തിക്കാതെ ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം നമുക്ക് ആ യഥാർത്ഥമായിട്ടുള്ള ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അപ്പം അതിനുള്ള ഒരു ഉത്തമ മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗവത ശാസ്ത്രത്തെ മനസ്സിലാക്കുക, അതിലൂടെ ആ ശാസ്ത്രത്തിലൂടെ കലിയുഗ ധർമ്മമായിട്ടുള്ള നാമത്തിൻ്റെ പ്രാധാന്യം. നാമപുരാണം എന്ന് പറയും ഭാഗവതത്തെ. എന്തേ നാമപുരാണം എന്ന് പറയാൻ കാരണം, കലിയുഗത്തിൽ അത്ര കണ്ട പ്രാധാന്യം ഭാഗവതത്തിന് നമുക്ക് കാണാറുണ്ട്. ധാരാളം ഇന്ന് പലതരത്തിലുള്ള യജ്ഞങ്ങൾ നടക്കുന്നു. നവാഹമായിട്ടും ദ്വാദശാഹമായിട്ടും സത്രമായിട്ടും സപ്താഹങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം ഒക്കെ വേണ്ട പോലെ നമുക്ക് അത് നിർത്താൻ സാധിക്കട്ടെ. ഇതിനൊക്കെ കാരണമാകുന്നത് ഭക്തന്മാര് പല ദിക്കുകളിലും ഇതുപോലെ നിസ്വാർത്ഥമായിട്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, നമസ്കരിക്കുക, ക്ഷേത്രാടനം, തീർത്ഥാടനം, വ്രതങ്ങൾ അനുഷ്ഠിക്കുക, ഇതൊക്കെ നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്നതിൻ്റെ ഫലം കൊണ്ടാണ് ഭൂമിയിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നിഷ്കാമമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ജ്ഞാനികൾ, ബ്രാഹ്മണര്, പിന്നെയോ എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റി നിർത്തിയിട്ടുള്ള ഋഷീശ്വരന്മാർ, അപ്പം അങ്ങനെയുള്ള അവരുടെയൊക്കെ പരമ കാരുണ്യം, വാത്സല്യം, സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈയൊരു സാങ്കേതിക വിദ്യയിലൂടെ പോലും നമുക്ക് ഈ ഭാഗവതത്തെ ആനന്ദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവരുടെയൊക്കെ തൃപാദങ്ങളിൽ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. അവരുടെയൊക്കെ അനുഗ്രഹം നമുക്കുണ്ടാവണം, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവണം, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വന്ദന ശ്ലോകങ്ങൾ ചൊല്ലി ആ മാഹാത്മ്യ പാരായണത്തിലേക്ക് പ്രവേശിക്കാം. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ എന്നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാദധാന ഹസ്തേനൈകേന പത്മം സ്ഥിതം വിചശുകം പുസ്തകം ചാവരേണ ഭാസാകുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാസമാന സാമേ വാഗ്ദേവദേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ദുർഗാം ധ്യായതു ദുർഗതിപ്രശമനീം ദൂർവാദളശ്യാമളാം ചന്ദ്രാർത്ഥോജ്വലശേഖരാം ത്രിനയനാമപീതവാസോവസം ചക്രം ശംഖമിഷും ധനുശ്ച ദധതിം കോദണ്ഡബാണാം ശ്യോർമുദ്രേവാഭയകാമത്തെ സകടിബന്ധാഭീഷ്ടതാം വാനയോ കാത്യായനി മഹാമായേ മഹായോഗിനധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൽത്തേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയൽ സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോച്ഛിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യത്തെ പ്രകൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മേതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപം അതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. ഭൂതൈർമഹർഭിർയ ഇമാഃ പുരോ വിഭുർനിർമായശേതേ തമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ.
നമസ്തസ്മൈ ഭഗവതേ വ്യാസായാമിത തേജസേ പബുജ്ഞാനമയം സൗമ്യ എന്മുഖാം പുരഹാസവം ഗുരുവായൂരപ്പ ശരണം. ശ്രീ ജഗദംബികായൈ ശരണം. മഹാദേവാ ശരണം. മഹാഗണപതയേ ശരണം. ശംഖുണ്ടിടത്തു മറുപാടൊരു ചക്രമുണ്ട്, കാലിൽ ചിലമ്പു ചിലമുത്തുപടം പഴുത്തിൽ, ഓടിയിട്ടു വന്നു കുടികൊണ്ട കുമാര നല്ലൂർ കാത്യായനീ ശരണമെന്നിഹ കൈതൊഴുന്നേൻ. ഭരദേവതേ ശരണം. ആസ്താം താവതീയം പ്രസൂതി സമയേ ദൂർവാരശൂലവ്യഥ, നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച സാംവത്സരി, ഏകസ്യാഭിനഗർഭഭാരഭരണ ക്ലേശസ്യേസ്യാക്ഷമോ ദാതും നിഷ്കൃതിം ഉന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. ഗുരുഭ്യോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. യോന്തപ്രവിശ്യമിവ മമ വാചമിമാം പ്രസൂപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത ശാസ്ത്രം, ആ ഗ്രന്ഥത്തിൻ്റെ താല്പര്യം എന്താണ്? ആ ഗ്രന്ഥം കൊണ്ട് ഇന്ന് ആനുകാലികമായിട്ടുള്ള ജീവിതത്തിൽ എത്ര കണ്ട് പ്രാധാന്യം നമുക്ക് ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യലാണ് യഥാർത്ഥത്തിൽ മാഹാത്മ്യ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഭാഗവതത്തിന് ശാസ്ത്രം എന്നുള്ള ഒരു പദവി ലഭിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഏതൊരു ഗ്രന്ഥവും ശാസ്ത്രമാകണമെങ്കിൽ 4 കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കണം. 1 വിഷയം, 2 അധികാരി, 3 പ്രയോജനം, 4 സംബന്ധം. ഈ 4 കാര്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിലാണ് ശാസ്ത്രമായിട്ട് അംഗീകരിക്കുക. ഭാഗവതത്തെ ശാസ്ത്രമായിട്ട് അംഗീകരിക്കാൻ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, ഭാഗവതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഈശ്വര സങ്കല്പത്തെ ജനങ്ങളിലേക്ക് ബോധിപ്പിക്കുക. ഇന്ന് വ്യക്തമാകാത്ത ഒരു കാര്യമാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഭക്തി എന്നുള്ള 2 കാര്യം. എത്രയൊക്കെ നമുക്ക് പാണ്ഡിത്യം കിട്ടിയാലും, എത്രയൊക്കെ നമുക്ക് ജ്ഞാനം ഉണ്ടായാലും, ഈ തത്വങ്ങൾ നമ്മളുടെ ഈ ത്രിഗുണങ്ങൾക്കനുസരിച്ച് നമ്മളിൽ നിന്ന് തന്നെ വിട്ടുപോകുന്നു. ഈശ്വരനെ അറിയണമെങ്കിൽ ഈശ്വരനോളം ആകണം. ഗുണാതീതനായാലേ ഈശ്വരനെ അറിയാൻ സാധിക്കുകയുള്ളൂ നമുക്ക്.
അല്ലാതെ ഉള്ള സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് സത്യത്തിൽ. അപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ വികാരങ്ങൾ വന്ന് നമ്മളെ അലട്ടുന്നത്. ദുഃഖം, സുഖം, ദേഷ്യം, ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വരനെ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും ദുഃഖം വന്നു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത ഒരു ഈശ്വര വിശ്വാസം കൊണ്ടാണ് എനിക്കിങ്ങനെ ദുഃഖം, അല്ലെ? ഭഗവാന്റെ അടുത്ത് ചെന്ന് കരയുക. ഇനി മനസ്സിലാക്കിക്കോളുക, ഭഗവാന്റെ അടുത്ത് ചെന്ന് കരയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിഡ്ഢിത്താണ് ശരിക്കും. ഒട്ടും ഈശ്വരനെ അറിയാത്തത് കൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് ചെന്ന് നമ്മൾ കരയുന്നത്. ഈ ഒരു സത്യത്തെ 17 പുരാണങ്ങളിലൂടെയും മറ്റ് ഉപനിഷത്തുകളിലൂടെയും വേദത്തിലൂടെയും ഒന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത വേദവ്യാസ മഹർഷി ഭാഗവതത്തിലൂടെ അത് സാധിപ്പിച്ചു തന്നു. അതും വേദവ്യാസ മഹർഷിക്ക് പോലും ഈ ഒരു വൈക്ലഭ്യം ഉണ്ടായി. അതിന് കാരണമായിട്ടുള്ള നാരദ മഹർഷിയുടെ മഹാസത്സംഗം. സത്സംഗത്തിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ആ ഈശ്വര അനുഭവത്തെ നമുക്ക് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ധാരാളം ഇന്ന് പല പല സാഹചര്യങ്ങൾ ഉണ്ട് നമുക്ക് ഈശ്വരനെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാനൊക്കെ. പക്ഷേ അതിലൊന്നും നമ്മൾ ഈശ്വരനെ അറിയാൻ സാധിക്കുകയില്ല ഒരിക്കലും. ഈശ്വരനെ അറിയണമെങ്കിൽ അതെങ്ങനെയാണ്? മഹത്തുക്കളുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ ആ ഈശ്വര അനുഭവം എന്ന് പറയുന്നത്. അപ്പം ഈ ഈശ്വരനെ മനസ്സിലാക്കി കൊടുക്കലാണ് ഭാഗവതത്തിൻ്റെ വിഷയം. രണ്ടാമത് അധികാരി ആരാണ്? ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ ആര് മനസ്സിലാക്കിയാലാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ആ അറിവ് ആ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അധികാരി എന്ന് പറഞ്ഞാൽ യാതൊരുവിധ മാത്സര്യബുദ്ധികളും ഇല്ലാതെ ഇരിക്കുക. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികൾ ഇത് ഇല്ലാതിരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥമായിട്ടുള്ള ഈശ്വരനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇല്ലാത്തവർക്ക് മാത്രമേ ഭാഗവതം വായിക്കാൻ, അധികാരി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതായിട്ടുള്ള പ്രയോജനം കിട്ടണമെങ്കിൽ, ഇനി അടുത്ത പ്രയോജനമാണ് പറയുന്നത്. അപ്പം ആ ഭാഗവതത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ എല്ലാ വികാരങ്ങളെയും മാറ്റിവെച്ച് പൂർണ്ണമായിട്ട് എന്താണ് ഈശ്വര തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് കേട്ടാൽ മാത്രമേ അത് വേണ്ട പോലെ ആവുകയുള്ളൂ. മൂന്നാമത് പ്രയോജനം എന്താണെന്നുള്ളതാണ്. പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്ത് ദുഃഖങ്ങളുണ്ടോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുഃഖം ഉണ്ട് എന്ന് ഉള്ളത് പറയുന്നത് ഭക്തിയുടെ ഒരു അല്ലേ വേറൊരു രീതിയാണെന്ന് പലരും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് വേദവ്യാസ മഹർഷി ആദ്യം തന്നെ പറയുകയാണ്, അത് മുഴുവൻ മാറ്റാം. ഈശ്വരനെ അറിഞ്ഞിട്ടുള്ളവൻ എന്താണ്? താപത്രയോന്മൂലനം. എല്ലാ ദുഃഖങ്ങളും ഇല്ലാത്ത ആൾക്കാർക്കാണ് അല്ലേ യഥാർത്ഥത്തിൽ ഈശ്വരനെ അറിഞ്ഞിട്ടുള്ളത്. ഈശ്വരനെ അറിഞ്ഞവനെ ഭക്തനാവുന്നുള്ളൂ താനും. അപ്പം ഈശ്വരനെ അറിയാത്തതാണ് യഥാർത്ഥത്തിൽ ദുഃഖത്തിന് കാരണം എന്ന് കാണിച്ചു തരുന്നു. അതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മളുടെ പ്രയോജനം. ഈ ഗ്രന്ഥം നിങ്ങൾ പഠിച്ചാലുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സത്യത്തെ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖവും ദുരിതവും ഒന്നും എന്താണ് യാഥാർത്ഥ്യമല്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ സംബന്ധം എന്താണെന്നുള്ളതാണ്. എന്തിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു? ഇത് ഭക്തനെയും ഭഗവാനെയും ബന്ധിപ്പിച്ചു. എന്താ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഭക്തൻ തന്നെയാണ് ഭഗവാൻ, ഭഗവാൻ തന്നെയാണ് ഭക്തൻ എന്നുള്ളൊരു സത്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പം ഈശ്വരൻ എന്നുള്ളത് ഇന്ന് നമ്മൾ പൂജാമുറിയിലും ശ്രീലാകത്തും അല്ലേ, ഇനി ചിലപ്പോൾ അമ്മയിലും അച്ഛനിലും ബന്ധുക്കളിലും ദ്രവ്യത്തിലും എന്നൊക്കെ പറയാം. ത്വമേവ മാതാ ച പിതാ ത്വമേവ
ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. എല്ലായിടത്തും ഈശ്വരനാണെന്ന് നമ്മളെ ഉപനിഷത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? എങ്ങനെ നമുക്ക് ഈശ്വരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും? നമ്മൾ ഈശ്വരൻ എന്നുള്ളൊരു വ്യക്തിയെ അല്ലെ ദൂരെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ദൂരെ നിൽക്കുന്ന ഈശ്വരനെ ചുറ്റി അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ഗുരുക്കന്മാർ നമ്മളോട് പറയുകയാണ് ത്വമേവ സർവം മമ ദേവദേവ. എല്ലാം ഈശ്വരനാണ്. പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ ഹിമാലയത്തിലേക്ക് പോകുന്നു, ബദരികാശ്രമത്തിലേക്ക് ഓടുന്നു, ഗുരുവായൂർക്ക് ഓടുന്നു, അല്ലേ? എത്ര 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 സ്ഥലങ്ങളിലേക്ക് നമ്മൾ തെരഞ്ഞു നടക്കുകയാണ്. അപ്പം തെരയണ്ട. എവിടെയാണ് ഈ തെരയുന്ന ആ ശക്തി ആരാണോ ആ ശക്തിയാണ് അന്വേഷിക്കുന്ന, അല്ലെ? ജയതാദശേഷ ഗജേന്ദ്ര സ്തുതിയിൽ കാണാം നമുക്ക്, അല്ലെ? അന്വേഷിച്ച് പോകുമ്പം നേതി 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 അതല്ല 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 എന്ന് കണ്ട് 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 അവസാനം ഒന്നിൽ ചെന്ന് എത്തിച്ചേരും. എന്താണ് ഈ അന്വേഷിക്കുന്ന ആള്? എവിടെയാണ് ഞാൻ ആരെ കൊണ്ട് എന്നാൽ അന്വേഷിക്കപ്പെടുന്ന ശക്തി എന്താണോ ആ ബോധസ്വരൂപനാണ് ഈശ്വരൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെ 4 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നത്. പിന്നെയോ ശാസ്ത്രത്തിന് ലക്ഷണങ്ങൾ 5 ലക്ഷണം മതി ശരിക്കും പറഞ്ഞാൽ ഒരു ശാസ്ത്രത്തിന്. എന്നാൽ മഹാപുരാണത്തിന് 5 ലക്ഷണം മതി ശരിക്ക്. പക്ഷേ ഇവിടെ ഭാഗവതത്തിന് 10 ലക്ഷണം: സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം, 10 ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഭാഗവതം. ഭാഗവത മാഹാത്മ്യം പറയുമ്പോൾ തന്നെ ആദ്യത്തെ ശ്ലോകം തന്നെ എന്താ പറയുന്നത്? സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. അർത്ഥം പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വിശ്വത്തിൻ്റെ സ്ഥിതിക്കും സൃഷ്ടിക്കും സംഹാരത്തിനും കാരണമായിട്ടുള്ള അവിടുത്തെ, അല്ലെ, ഞങ്ങളിതാ നമസ്കരിക്കുന്നു. കൃഷ്ണനായിക്കൊണ്ട് ഞങ്ങളിതാ നമസ്കരിക്കുന്നു. വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന ആ കൃഷ്ണനായിക്കൊണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അവിടുന്ന് നമുക്ക് തുടങ്ങാം ഈശ്വര സങ്കല്പം. വിശ്വോൽപത്യാദിഹേതവേ. ഈ വിശ്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയം എന്ന് പറയുന്നുണ്ട്. ഈ വിശ്വം ഏതാണെന്നുള്ളതാണ് നമ്മളുടെ ഇനി മനസ്സിലാക്കേണ്ടത്. എന്താണ് വിശ്വം? ലോകം എന്ന് പറയുന്നത് എന്താണ് ശരിക്ക്? ലോകം എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ ഒരു ധാരണയുണ്ട്, സൗരയൂഥങ്ങളും പ്രപഞ്ചവും ഭൂമിയും, അല്ലെ, തുടങ്ങിയതായിട്ടുള്ള എല്ലാം കൂടെയുള്ള ഇതാണ് ലോകം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ചിന്തയ്ക്ക് നേരെ വിപരീതം ചിന്തിച്ചാലേ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കൂ. പറയാൻ എളുപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 3 ഘടകങ്ങളാണ്: ലോകം, പിന്നെ ആത്മാവ്, ശരീരം. ഇതാണ് 3 ഘടകങ്ങൾ. ഇതിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് ചൈതന്യം, ആത്മാവ് ആണ് മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഈ ആത്മാവിന് ഉള്ളിലാണ് ശരീരം. ഈ ശരീരത്തിൻ്റെയും ഉള്ളിലാണ് എന്ത്? ഈ ശരീരത്തിൻ്റെയും ഉള്ളിലാണ് ലോകം എന്ന് പറയുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ലോകം ഉണ്ടാക്കുന്നത് ആരാണ് ശരിക്ക്? നമ്മളുടെ ശരീരമാണ് ലോകത്തെ ഉണ്ടാക്കുന്നത്. നമ്മൾ നേരെ തിരിച്ചാ ധരിച്ചിരിക്കുന്നത്. ലോകത്തിനകത്ത് ഈ ശരീരത്തിന്റെ ഉള്ളിൽ, അല്ലെ, എപ്പോഴും പറയും നിങ്ങളുടെ ഉള്ളിലാ ഈശ്വരൻ, ഉള്ളിലാ ഈശ്വരൻ. അത് നേരെ വിപരീതമായിട്ട് പഠിച്ചാലേ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാ? ത്വമേവ സർവം മമ ദേവദേവ എന്ന് പറയുന്നത് മനസ്സിലാക്കണം എങ്ങനെയാണ്? അപ്പം ഈശ്വരൻ എന്നുള്ള ഒരു ചൈതന്യം, ആ ചൈതന്യം പല സ്ഥലത്തും ശരീരത്തെ സ്വീകരിക്കുന്നു, മായയെ സ്വീകരിക്കുന്നു. ഈ മായയെ സ്വീകരിക്കുന്ന ആ മായയാൽ കാണപ്പെടുന്നതായിട്ടുള്ളതാണ് ലോകം.
ഇപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിന്റെ അല്ലെ, അതിനൊക്കെ മുകളിലാണ് ഈശ്വരൻ എന്നുള്ളൊരു സത്യത്തെ അത് നമുക്കറിയാം, പറയും നമ്മൾ. പക്ഷെ നമ്മളുടെ ധാരണയിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാദിഹേതവേ. ഈ വിശ്വത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി നാശം എന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പത്തി സ്ഥിതി നാശം നമ്മളുടെ ഉള്ളിലുള്ള ഈ ശരീരം കൊണ്ടും ഈ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത്, നമ്മൾ എന്തൊക്കെയാണോ അനുഭവിക്കുന്നത്. ലോകം എന്ന് പറഞ്ഞാൽ ലോക്യതേ ഭുജ്യതേ ഇത് ലോക പറയും. ലോക്യത എന്ന് പറഞ്ഞാൽ കാണുക, ഭുജ്യത എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക, കഴിക്കുക, അനുഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പം നമ്മൾ എന്താണോ കാണുന്നത്, നമ്മൾ എന്താണോ കേൾക്കുന്നത്, അതാണ് എൻ്റെ ലോകം അല്ലേ. നമ്മൾ അതുകൊണ്ട് സാധാരണ രീതിയിൽ തന്നെ പറയും, നീയൊക്കെ ഏത് ലോകത്തായിരിക്കുന്നതെന്ന് ചോദിക്കാറില്ലേ? അപ്പൊ തന്നെ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഈ ലോകത്തെ, നമ്മളുടെ ഉള്ളിലുള്ള ഈ ചിന്തകളെ, ഇതിനെ ഉണ്ടാക്കിയതും അതിനെ നിലനിർത്തിയതും ആ ചിന്ത നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാക്കിയതും ഇതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം. നമ്മൾ വിചാരിച്ചത് അതൊന്നുമല്ല. ഈ ഭൂമി ഇവിടെ ഉണ്ടാക്കിയത്, ഈ മനുഷ്യനെ ഇവിടെ ഉണ്ടാക്കിയത്, ജന്തുക്കളെയൊക്കെ ഇവിടെ ഉണ്ടാക്കി നിലനിർത്തി സംസ്കരിച്ചു. അതല്ല ശരിക്ക് വിശ്വം എന്ന് പറഞ്ഞാൽ ഇതാണ് വിശ്വം. ഈ നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകൾക്ക് കാരണമായിട്ടുള്ള ആരാണോ ഇതിനെ ഈ പ്രവൃത്തി ചെയ്യിച്ചത്, ഈ ചെയ്യിച്ചതായിട്ടുള്ള ബോധസ്വരൂപനായിട്ട് നമ്മൾക്ക് കൂടെ, അല്ലെങ്കിൽ നമ്മൾക്ക് കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ സ്വീകരിച്ചതായിട്ടുള്ള ആ ജ്ഞാനശക്തി, ആത്മചൈതന്യം, അതാണ് ഈശ്വരൻ. ക്ലിയർ ആയില്ലേ? സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. അതുകൊണ്ട് നമ്മളെ ദുഃഖം ബാധിക്കുന്നില്ല ശരിക്കും. നമ്മളെ എന്തിനാ ദുഃഖം ബാധിക്കുന്നത്? നമ്മളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് അതിന്റെ സുഖദുഃഖങ്ങളെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ. ആലോചിച്ച് നോക്കിയേ, എത്ര മണ്ടത്തര കാണിക്കുന്നത് ശരിക്ക്. ഇതെല്ലാം ചെയ്യുന്നത് അല്ലെ, ഈ നേരത്തെ പറഞ്ഞതായിട്ടുള്ള വിശ്വോൽപത്യാദി ഹേതവേ, കാരണമായിട്ടുള്ള ഈ ബോധസ്വരൂപനാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് കാണിക്കുന്നതും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് കേൾപ്പിക്കുന്നതും. ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ ഒരു ചൈതന്യമാണ് എങ്കിൽ ഈ ശരീരമായിട്ടുള്ള നമ്മള് ഈ ശരീരത്തെ കണ്ടുകൊണ്ടാണ് നമുക്ക് ദുഃഖം മുഴുവൻ. നമ്മളുടെ ദുഃഖം മുഴുവൻ നിങ്ങൾ വേത്ത ദുഃഖം എടുത്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ പുറമേയുള്ള അല്ലെ ഈ കണ്ണിറുക്കലും അല്ലെ മുഖം കോട്ടികളുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഭാവം മാറുവാണ്. അതൊക്കെ ശരീരത്തിന്റെയാണ് യഥാർത്ഥത്തിൽ. ഇതിനെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ളതും അവരുടെ ഉള്ളിലുള്ളതും ഒരേ ഒരു ചൈതന്യം. അങ്ങനെ നമുക്ക് ആ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ താപത്രയോന്മൂലനം. അപ്പം നമുക്ക് ദുഃഖങ്ങളില്ല ശരിക്ക്. ദുഃഖങ്ങളെ നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ട് ഏറ്റെടുക്കുകയാണ്, സത്യത്തിൽ ഏറ്റെടുക്കുകയാണ് ശരിക്ക്. കാരണം നമ്മൾ ഇപ്പൊ രക്ഷകർത്തൃത്വം ഒക്കെ ഏറ്റെടുക്കുന്നില്ലേ മക്കളുടെ രക്ഷകർത്തൃത്വം. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മക്കളെ നമുക്ക് എന്തെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ? രക്ഷകർത്തൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അല്ലേ? ഒരിക്കലും നമുക്ക് അതൊക്കെ ഇനി ഗോപികളുടെ ഭക്തിയിലേക്ക് ചെല്ലുമ്പോൾ അറിയാൻ സാധിക്കും. അവരെന്തിനാണ് എല്ലാവരും ഒരുമിച്ച് ഒരാളെ ഭർത്താവായിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കും? ഗോപികാര് മുഴുവൻ കാത്യായനി മഹാമായ മഹായോഗി നദീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത് ആരാണ്? അത് എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ആ പരമ ചൈതന്യം. ആ ചൈതന്യത്തെ നമ്മളുടെ ശരീരം സ്വീകരിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രാണൻ എന്ന് വിളിക്കും, ജീവൻ എന്ന് വിളിക്കും, എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിനോട് നമ്മളുടെ ഇതിന് ചേർത്ത് നമ്മൾ വിളിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഈ ചൈതന്യം ഒന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ. പ്രപഞ്ചത്തിൽ എന്നുള്ളതല്ല, ഈ അതേ ഉള്ളൂ. അതിനോട് ചേർന്നതാണ് പ്രപഞ്ചം. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രപഞ്ചം. അപ്പം വിരാട് സ്വരൂപൻ. ഇനിയിപ്പോൾ നമ്മൾ ഇനി മുമ്പോട്ടൊക്കെ പഠിക്കുമ്പോൾ ഒക്കെ സംശയങ്ങൾ ഉണ്ടാകാം. ഞാൻ ഈ ഭാഗവതത്തിന്റെ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഗ്രേഡ് കൂടി പറയാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും നാളുകൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ. വിരാട് സ്വരൂപൻ ഈശ്വരനാണെന്ന് പറയുന്നത് തെറ്റാണ്. അംഗീകരിക്കാൻ പറ്റുമായിരുന്നു. യഥാർത്ഥത്തിൽ വിരാട് സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? മായയല്ലേ ശരിക്ക്? കയ്യും കാലും ഇതൊക്കെ കൂടെയുള്ള. പിന്നെയോ ഈ പറയുന്നത് മുഴുവൻ എന്താണ്? സമുദ്രം ഭഗവാന്റെ ഉദരമാണ് അല്ലെ, വൃക്ഷങ്ങൾ ഭഗവാന്റെ രോമങ്ങളാണ്, ഇങ്ങനെ പറഞ്ഞ് പാതാളം ഭഗവാന്റെ പാദതലമാണ്, ഇങ്ങനെ പറഞ്ഞ് ആ രൂപത്തെ നമ്മൾ കാണുമ്പോഴത്തെ എന്തായി? നമ്മൾ
ആ വിരാട് സ്വരൂപമായിട്ട് കാണുന്ന അതാണ് ഈശ്വരൻ എന്ന് നമ്മൾ ധരിച്ചു വയ്ക്കുക. അതല്ല ഈശ്വരൻ. അതല്ല ഈശ്വരൻ. ഈശ്വരൻ ആ ശരീരത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അത് മായയാണ് തത്വത്തില്. ഇത് മനസ്സിലാക്കണം നമ്മൾ. നമുക്കൊക്കെ ഉള്ള ധാരണയിലേക്ക് ഏറ്റവും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം, അല്ലെങ്കിൽ അബദ്ധം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈശ്വര സങ്കല്പത്തെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കാത്തതിന്റെ കാര്യം അതാണ്. നമ്മൾ ബിംബങ്ങളിലാണെങ്കിലും ചിത്രങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾ അതില് ഈശ്വര സങ്കല്പം കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ സത്യം മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത്. സത്യത്തിൽ അതല്ല അവിടെ ഉണ്ടാകുന്നത്. പിന്നെ എന്താണ്? ഈ ബിംബങ്ങളിലൂടെയും ഈ ചിത്രങ്ങളിലൂടെയും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഭാവമാറ്റമാണ്, അല്ലെങ്കിൽ ഒരു ആനന്ദം. അതാണ് സച്ചിദാനന്ദരൂപായ. ഈ ആനന്ദമാണ് യഥാർത്ഥത്തിലെ ഈശ്വരൻ. ഇത് വ്യക്തമാക്കി തരിക ഭാഗവത്. അതുകൊണ്ടാണ് മഹാത്മ്യത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെ ഇത് ഇടാൻ തന്നെ കാരണം. ആലോചിച്ച് നോക്കൂ, എന്താണ് സച്ചിദാനന്ദം എന്ന് പറഞ്ഞാല്? നാരദ മഹർഷിക്ക് നാളെ ഇനി ഉപദേശിക്കും ഈ സന്യാസിമാര്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസംഘർഷണായ ച. ഭഗവാന്റെ 4 വ്യൂഹങ്ങളെ ദിവസവും നമസ്കരിക്കൂ എന്ന് പറയും. എന്താ ഈ 4 വ്യൂഹങ്ങള്? 4 അന്ധക്കരണങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ആളാണ് അല്ലേ? എന്താണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ബുദ്ധി എന്നുള്ളത് പ്രദ്യുമ്നൻ, അഹങ്കാരം എന്നുള്ളത് സംഘർഷണൻ, മനസ്സ് എന്നുള്ളത് അനിരുദ്ധൻ, പിന്നെ ചിത്തം എന്നുള്ളത് വാസുദേവൻ. അപ്പം ഇതിനൊക്കെ ഈ അന്ധകരണങ്ങൾക്ക് ഓരോന്നിനും ഓരോ ജോലിയാണ്. ചിത്തത്തിന് അറിയുക എന്നുള്ളതാണ്. അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ സത്തിനെ ചിത്തം കൊണ്ട് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിന്റെ രൂപമായിട്ടുള്ള വിശ്വോത്പത്യാദിഹേതവേ. എത്ര കറക്റ്റായി ആലോചിച്ചു. നമ്മളുടെ ചിന്തകൾക്കും നമ്മളുടെ പ്രവൃത്തികൾക്കും കാരണമായിട്ടുള്ള ഈ ബോധസ്വരൂപനെ എങ്ങനെ അറിയണം? സച്ചിദാനന്ദ. സത്തിനെ, ആ യഥാർത്ഥമായിട്ടുള്ള സത്യത്തിനെ, അല്ലെങ്കിൽ ആ ഈശ്വരനെ ചിത്തം കൊണ്ട് അറിയുമ്പോൾ കിട്ടുന്ന ആനന്ദ രൂപം അല്ലെ? ഇനി സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം. ഇത് തന്നെ പട്ടേരിപ്പാടും ആരംഭിച്ചോടെ. സാന്ദ്രാനന്ദം എന്ന് പറഞ്ഞാലോ, ഈ ആനന്ദം അങ്ങോട്ട് കട്ട പിടിച്ചിരിക്കുന്നതാണ് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം. അപ്പൊ യഥാർത്ഥത്തില് ആ കട്ട പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ വിഗ്രഹത്തിലല്ല, ശരിക്ക് ആ വിഗ്രഹത്തിലൂടെ നമ്മളുടെ ഉള്ളിൽ കട്ട പിടിക്കണം. ഈ നമ്മളുടെ ഉള്ളിലുള്ള ആ ബോധസ്വരൂപനാകുന്ന ആ രൂപത്തിന്റെ ബോധ്യത്തിന് സാന്ദ്രത ഉണ്ടാവണം. നമ്മളുടെ അറിവിന് സാന്ദ്രത ഉണ്ടാവണം. അത്ര കട്ടിയായിക്കോണം നമ്മളുടെ. അത്ര എന്താ പറയുക, ആ കടുകട്ടി എന്നൊക്കെ പറയൂലേ സംസ്കൃതത്തിനൊക്കെ വ്യുൽപ്പത്തി ഉള്ളവരെ പറയും, ആ കട്ടുകട്ടിയാന്ന് പറയും. എന്ന് പറഞ്ഞാല് കട്ടുകട്ടിയാവണം ഈ ഈശ്വര സങ്കല്പത്തെ. അതാണ് സച്ചിദാനന്ദരൂപായ. അങ്ങനെയുള്ള ആ സച്ചിദാനന്ദ രൂപമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തികൾക്ക് ആധാരം. വിശ്വോത്പത്തിയാദിഹേതവേ. അങ്ങനെയുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ എന്താ ഗുണം? താപത്രയോന്മൂലനം താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. അപ്പം അങ്ങനെയുള്ള ശ്രീകൃഷ്ണ സ്വരൂപത്തെ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. ഭാഗവതം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശ്രീകൃഷ്ണനെയാണ് ദശമത്തിൽ കാണേണ്ടത്. നമുക്ക് കാണാൻ പറ്റുമോ? പറ്റണം. നമ്മള് കഥകളിലൂടെ ഉണ്ണിയായിട്ടും അല്ലെ, കോമളകുമാരനായിട്ടും പിന്നെയോ രാജാവായിട്ടും പലതരത്തിൽ ഭഗവാന്റെ ലീലാവിലാസങ്ങളിലൂടെ ആ ചിത്രങ്ങളിലൂടെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ ആരാണ് യഥാർത്ഥത്തില്? ഈ കാളിയമർദ്ദനവും ഈ ബാലലീലയും ഒക്കെ നമ്മളുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നതായിട്ടുള്ള ചിന്തകളുടെ ആധാരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള, അതാണ് നവമസ്യ വിശുദ്ധ്യർത്ഥം അല്ലെ, ദശാനാമിക ലക്ഷണം എന്ന് പറയല്ലേ. നവമസ്കന്ധം വരെയുള്ള ഭാഗങ്ങളിൽ ഈ പറഞ്ഞതായിട്ടുള്ള സത്യത്തിനെ ബോധിപ്പിക്കലാണ് ശരിക്കും. പ്രഥമസ്കന്ധം, ദ്വിതീയ സ്കന്ധം, തൃതീയ സ്കന്ധം വ്യക്തമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. അത് വേദാന്തമാണ്. കട്ടുകെട്ടി വേദാന്തം എന്ന് വേണം പറയാൻ. എങ്ങനെയാണെങ്കില് ലോകം, ശരീരം, ആത്മാവെന്നുള്ളത് തിരിച്ചു ചിന്തിച്ച അത്രേ ഉള്ളൂ. തിരിച്ചു ചിന്തിച്ചാൽ കട്ടിയായിരിക്കും. പക്ഷെ
ഈശ്വരൻ്റെ ഉള്ളിൽ ശരീരവും ശരീരത്തിനുള്ളിലാണ് ലോകം എന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്നതും കാര്യമാണ് വേദാന്തം എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ. നമ്മളുടെ ധാരണ കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഇതൊക്കെ ഭയങ്കര അല്ലേ കട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ പറയാത്. ഈ സത്യം ഒന്ന് മനസ്സിലാക്കിയാൽ ഈ ദശമത്തിലെ കൃഷ്ണനെ നമുക്ക് ഇനിയിപ്പോ പറയുന്നുണ്ട്, ദശമസ്കന്ധത്തിന്റെ പ്രാധാന്യം ഗോകർണൻ പറയുന്നുണ്ട് അവിടെ അല്ലേ. ഇവിടെ പറയുന്ന ദശമസ്യ പാഠാൽ പറയുന്നുണ്ട്. എന്തേ ദശമസ്യ പാഠാൽ പറയാൻ കാരണം നവമസ്കന്ധം വരെയുള്ള ഭാഗങ്ങളിൽ ഈ കൃഷ്ണനെ വ്യക്തമാക്കി തരികയാണ് അവിടെ. ആരാണ് കൃഷ്ണൻ? സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. അങ്ങനെയുള്ള നമ്മളുടെ ഉള്ളിൽ തന്നെ എപ്പോഴും അല്ലെ, നമ്മൾ ധ്യാനത്തിൽ എപ്പോഴും നമ്മൾ ആ ഒരു രൂപത്തെ നമ്മൾ ധ്യാനിക്കുന്നത് പോലെ അങ്ങനെയുള്ള ആ ബോധസ്വരൂപനാണ് കൃഷ്ണൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദശമത്തിന്റെ പാഠങ്ങളൊന്ന് പഠിച്ചാൽ നമുക്ക് എന്താണ് പറയുന്നത്? നിവൃത്തദർശേർ ഉപഗീയമാനാൽ ഭവൌഷധാൽ ശ്രോത്രമനോഭിരാമാൽ. കലികാലത്തെ ഏറ്റവും വലിയ ഔഷധം വേറൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഏതാ ഔഷധം? കണ്ണന്റെ പാലിലേക്ക കുചേലവൃത്തം കേട്ട് കരയുക, ഇതൊക്കെയാണോ? അല്ല. പിന്നെന്താണ്? യഥാർത്ഥമായിട്ടുള്ള ഈ സത്യസ്വരൂപനാണ് നമ്മളുടെ ഉള്ളിൽ വർത്തിക്കുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ എവിടെയാ ദുഃഖം? നമുക്ക് ദുഃഖമില്ല. അപ്പൊ നമ്മളുടെ കാരണങ്ങൾക്ക്, നമ്മുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളത് ആ ഒരു ശക്തിയാണ് ചെയ്യുന്നത്. ഒരു സത്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. അതാണ് ഔഷധം. അത് അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ് ഔഷധമാകുന്നത്. ദശമം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനം എന്താ നമ്മൾ ആവേണ്ടത്? ഇതൊന്നും ഞാനല്ല എന്നുള്ള ഇതൊന്നും ഞാനല്ല, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ള ഒരു ഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് എന്തൊക്കെയോ ഈശ്വരന്റെ ഒരു അനുഭവം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോഴാ ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കാൻ, കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അപ്പോഴാണ്. ഇതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. ഇതാണ് ഇല്ലേ. ഇനി എന്താണ്? ആ കഥകളിലൂടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. സത്യത്തില് നമുക്കിവിടെ യഥാർത്ഥത്തില് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കഥകളൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ. ആത്മദേവന്റെ കഥ അറിയാം, പിന്നെയോ ഗോകർണന്റെ കഥ അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ അധ്യായത്തിലുള്ള അല്ലെ ഭാഗവതം എങ്ങനെ നടത്തണം എന്നുള്ളതൊക്കെ അവിടെ കാണിച്ചു തരുന്നു. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്? ശരിക്ക് ഏറ്റവും മൂലം എന്നുള്ളത് മഹാത്മ്യത്തിന്റെ 6 അധ്യായങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രം. എന്താണ്? ഈ ഈശ്വര സങ്കല്പത്തെ ഉറപ്പിച്ചുകൊണ്ട് ഭാഗവതത്തിലൂടെ പോകാൻ സാധിക്കണം. ഇതാണ് ഈശ്വര സങ്കല്പം എന്നുള്ളത് ഉറപ്പിക്കുക. എവിടെയാണ്? പലയിടത്തല്ല ഈശ്വര സങ്കല്പം. പിന്നെന്താണ്? എല്ലായിടത്തും ഒരുപോലെ നിൽക്കുന്ന ഒന്നാണ്. അതിനെ നമുക്ക് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിലെ കാണാൻ പറ്റുന്നില്ല, ആകൃതിയില്ല, ഒന്നുമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം ഇതിന് ആകൃതിയില്ലാന്നും ഗുണമില്ലാന്നും ഒക്കെ പറയുന്നതിന്റെ കാര്യം നമ്മളുടെ ഈ നമ്മളുടെ കണ്ണുകളെ കൊണ്ടോ നമ്മളുടെ ബുദ്ധിയെ കൊണ്ടോ നമുക്കൊരിക്കലും അതിലെ അവ്യക്തം അല്ലേ, അവ്യക്തം എന്നല്ലേ പറയാറ് ഭഗവാനെ? അവ്യയം അല്ലേ, അവ്യയം എന്ന് പറയാറില്ല. എന്തേ അവ്യയം എന്ന് പറയാൻ കാരണം? നമ്മളുടെ ഈ ശരീരം എന്നുള്ളത് 3 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഈ ശരീരം അതിനോട് സമ്മേളിച്ചുകൊണ്ട് പലതും അല്ലേ തെറ്റിദ്ധരിച്ച് വിശ്വസിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന നമുക്ക് എങ്ങനെ ഇതറിയാൻ സാധിക്കും? അതറിയാൻ സാധിക്കണമെങ്കിൽ ഈ ശരീരം എന്നുള്ളത് വേറൊരാള് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതാണ്. ഈ ഞാൻ എന്നുള്ളത് ആണ് സത്യത്തിലെ സത്യം. ആ ഞാനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇതും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 വയസ്സിൽ നമ്മൾ ഞാൻ എന്ന് പറയുന്നു, 100 വയസ്സാകുമ്പോഴും ഞാൻ എന്ന് പറയുന്നു. പക്ഷെ കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. 1 വയസ്സിൽ ഉള്ള ആളാണോ 100 വയസ്സാകുമ്പം അല്ലേ? അപ്പോഴും ഞാനിന് മാറ്റമില്ല. അപ്പൊ ഈ ഞാൻ ആരാണെന്ന് നമ്മളൊന്ന് അന്വേഷിച്ചാൽ മതി. ഈ ഒരു സത്യത്തെ ബോധിപ്പിക്കലാണ് ഭാഗവത മാഹാത്മ്യം. നമുക്ക് നാളെ മുതൽ ഇനി 7 ദിവസം എന്താണ് നമ്മളുടെ എല്ലാ തവണയും നടക്കാറുള്ളത് പോലെ ഭംഗിയായിട്ട് പാരായണം ഒക്കെ വേണ്ട പോലെ അത് സമയാസമയങ്ങളിൽ നടന്നു വരട്ടെ. ഈ ആരാധന വേണ്ട പോലെ ഭഗവാനെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ.